അത് വിറ്റ് വരന്താരം ഇവർ റസൂലിനൊക്കെ വിളിച്ചിട്ട് മൊയ്ലൂദൊക്കെ ചെല്ലുക പാവം അല്ലാഹ് അവിടെ കുത്തിരുന്നോട്ടെ അദ്ദേഹം തന്നെ ചിരിക്കുന്നുണ്ടാവും ഇത് കേട്ടിട്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് നോക്കുന്നേരം ഇവിടെ നിന്ന് ഒരു കാറും കാണുന്നുണ്ട്. ഇവന് ഇവിടെ ഒരു ചെറിയ കുട്ടി മദ്രസയിൽ പഠിക്കാവുന്നതാണ്. അപ്പം ഇതിലെ പോകുന്ന നേരം ലിഫ്റ്റ് കൊടുത്താ. അപ്പോൾ ഓൻ പറഞ്ഞ് ഞാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അവനോട് ചോദിച്ച് ഇനി കയറിക്കാൻ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചേത്തരും. അപ്പം വേണ്ട, ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്ത് അങ്ങനെയാണ്. അപ്പം ഇവിടെയുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ സംശയം കുടുങ്ങിയിട്ട് ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പം മോനോട് ചോദിച്ചാൽ മോനെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവനോട് ചോദിച്ചാൽ എനക്കെല്ലാം അറിയുന്നതല്ല, ഇനി എന്ത് വിചാരിച്ചാൽ ഇവനെ വണ്ടി കയറ്റുക, പിന്നെ ഇവിടെ ഓരോ നടക്കുന്ന സംഭവമല്ലേ എന്ന് പറയും. അന്നേരം അവൻ്റെ വേഷവിധാനം അവൻ്റെ മുഖഭാവങ്ങളും കണ്ടായിരുന്നു. ഓട്ടോറിക്ഷക്കാരൻ ചാവി വാങ്ങിയിട്ട് ആദ്യം ഇയാളെ എവിടുത്തുകാരനാണെന്നാ പറഞ്ഞത്? ആസാമാരെന്നാണ്. പക്ഷെ ഓൻ ആസാമാരല്ല, മലയാളിയാണ്. ഓൻ കാസർഗോഡുകാരനാണ്. ഓനോട് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ കാസർഗോഡാണ്, വില്ലേജ് എല്ലാ സംഗതികളും ഓൻ ഇന്ന സ്ഥലത്തുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഓൻ്റെ കൈമിൽ ഫോണോ ഒരു കാര്യമില്ല. പോലീസുകാരാന്ന് ചോദിച്ചാൽ എല്ലാം ബാപ്പാൻ്റെ നമ്പർ അടക്കം അതല്ല വിറ്റ്. പിന്നെ എപ്പോഴാണ് ഈ മോഷ്ടിച്ച കാറാണെന്ന് മനസ്സിലായത്? ഓൻ ബീച്ചിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുവന്ന ആ യഥാർത്ഥ ഉടമക്കാരെ ചോദ്യം ചെയ്യൽ ഈ ഒരു വിവരം പറഞ്ഞതാണ്. അത് വിറ്റ് വരന്താരം ഇവർ റസൂലിനൊക്കെ വിളിച്ചിട്ട് മൊയ്ലൂദൊക്കെ ചെല്ലുക പാവം അല്ലാഹ് അവിടെ കുത്തിരുന്നോട്ടെ അദ്ദേഹം തന്നെ ചിരിക്കുന്നുണ്ടാവും ഇത് കേട്ടിട്ട്. അപ്പോൾ ഓന് ഇവിടുത്തെ അറബികളൊക്കെ ഉണ്ടായിരുന്നു വിചാരിച്ചു ഓൻ ഇവിടെ നിന്ന് കഴിച്ചിലേക്ക് കൊടുക്കുന്നു. പക്ഷെ ആള് നല്ലൊരു മോഷ്ടാവാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഗാങ്ങിലാണെന്ന് തോന്നുന്നത്. കാരണം ഓൻ ഇന്നൊന്ന് ആള് പറഞ്ഞയച്ചെന്നൊക്കെ പറഞ്ഞു. ഒരു ഉമ്മറിനൊക്കെയാണ് പറയുന്നത്, ആരാന്ന് എനിക്കറിയില്ല. ഓൻ്റെ അടുത്ത് ഫോണോ ഒന്നുമില്ല. അങ്ങനെയാ സംഭവം. എന്താ പറയാനുള്ള കുട്ടികൾക്കൊക്കെ ബോധവൽക്കരണം കൊടുക്കുക വീട്ടിൽ നിന്നിട്ട്. അതിനെ മെയിനായിട്ട് പറയാനുള്ളത് കൈ കാണിച്ച് ഈ ടൂ വീലറിന്റെ മുകളിൽ കൈ കാണിച്ച് കയറാണ്ടിരിക്കുക. അത് കുട്ടികൾ സ്കൂൾ വിട്ടൊക്കെ പോകുന്ന കുട്ടികൾ അങ്ങനെ കൈ കാണിക്കുന്നുണ്ട്, അത് ഒഴിവാക്കുക. കയ്യിൽ നിന്ന് വീട്ടുകാർ ബോധവൽക്കരണം കൊടുക്കുക കുട്ടികൾക്ക് വീട്ടിൽ വെച്ചിട്ട്. കയറി വരുന്ന ടൈമിൽ കാറ് ആ കുട്ടീനെ നിർത്തിങ്ങാണ്ട് കുട്ടീനെ വിളിക്കുന്നുണ്ട്. കുട്ടീനെ വിളിച്ച് കുട്ടീനോട് ചോദിച്ച് എന്നെ കൊണ്ടാക്കി തെറ്റേ വീട്ടിൽ. അപ്പോൾ അവൻ കുട്ടി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഓനും തിരിച്ച് വീണ്ടും വിളിച്ചു. അപ്പം ഞാൻ ഇങ്ങോട്ടൊക്കെ എന്താക്കി അവരുടെ ലിഫ്റ്റ് ചോദിച്ചതാ? ഇല്ലല്ല, കുട്ടീനെ ഓൻ സൈഡാക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പം നമ്മളാരാ വിചാരിക്കുക, ആരും മാമനെയൊക്കെ അയക്കും, ഓന് യൂണിഫോമിലല്ല. അപ്പം എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ ഇങ്ങനെ പലതും നടക്കണമല്ലോ, മനസ്സിൽ വിചാരിച്ച പോലെ ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാം അന്നേരം ഓൻ എടുക്കുമ്പോൾ ഇവിടെ ആരുമില്ല. ഓന് ഇവിടെ ആരുമില്ല. അന്നേരം വണ്ടി ഇങ്ങനെ പോകുന്നല്ലാതെ ആ ടൈമിൽ ആരുമില്ല. അപ്പോൾ എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ എന്താക്കി ആളും ചോദിച്ചു എവിടാണ്ട് കാസർഗോഡാണ്. അപ്പം ഞാൻ ചാവിയും കൊണ്ട് പോരി. ചാവി ഒരുങ്ങാണ്ട് കാറ് മോഷ്ടിച്ചതാണ്. അപ്പോൾ നാട്ടുകാരെ വിളിച്ചപ്പോൾ നാട്ടുകാർ അവിടെ ഇരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ നമ്പറിൽ കാറിലുള്ള നമ്പർ വിളിച്ചപ്പോൾ കാറിൻ്റെ ഡ്രൈവറാണ് നിന്റെ വണ്ടി ഇവിടെ മിസ്സാക്കണമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും പൂർണ്ണമായിട്ട് മനസ്സിലായി സംഭവം നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ് സംഗതി എന്നുള്ളത്.